ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. CMD വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിൽ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് ആൻഡ് ഏരിയ സെയിൽസ് മാനേജർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. CMD വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 14/3/2024 മുതലാണ്. 28/3/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. അപ്പോൾ ആദ്യം ഏരിയ സെയിൽസ് മാനേജർ ASM തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ഗ്രാജുവേറ്റ് വിത്ത് സെയിൽസിലുള്ള മിനിമം 7 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. FMCG സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടാതെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടായിരിക്കണം. സാലറി നോക്കുകയാണെങ്കിൽ 7.5 മുതൽ 8.4 lakhs പെർ ആനുമാണ് ലഭിക്കുക. കൂടാതെ TA DA പ്ലസ് ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. ജോബ് ലൊക്കേഷൻ കേരളയാണ്. അടുത്തത് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ സെയിൽസിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. FMCG സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഫ്ലുവൻസിയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 വീലറും ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 2.5 മുതൽ 3 lakhs പെർ ആനുമാണ് ലഭിക്കുക. കൂടാതെ TA DA പ്ലസ് ഇൻസെൻറ്റീവ് ലഭിക്കുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. ജോബ് ലൊക്കേഷൻ കാസർഗോഡ് 1, കണ്ണൂർ 1, ഇടുക്കി 1, കൊല്ലം 1, ട്രിവാൻഡ്രം 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. റിട്ടേൺ ടെസ്റ്റിൻ്റെയും പ്രൊഫഷൻസി അസസ്മെൻറ്റിൻ്റെയും ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവർ ഇമെയിൽ വഴിയോ മൊബൈൽ നമ്പർ വഴിയോ ആയിരിക്കും നിങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറും കൂടാതെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 200 KB താഴെ പാടുള്ളൂ. അത് JPG ഫോർമാറ്റിലായിരിക്കണം. സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെ ആയിരിക്കണം. അത് JPG ഫോർമാറ്റിലായിരിക്കണം. CV PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, കാസ്റ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് 3 MB താഴെ പാടുള്ളൂ. അത് JPG ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൽ പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. CMD വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ CVയും ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസും KCMD recruitment 2024@gmail.com എന്ന മെയിലിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 13/3/2024 മുതലാണ്. 20/3/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് MBA ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 1 year എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി ലഭിക്കുന്നത് 35,000 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.